Hi friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹട്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിന് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രോൺസിൻ്റെ നല്ലൊരു ഫ്രൈയും ആയിട്ടാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇന്നൊരു കിഡിലൻ പ്രോൺസ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 300 ഗ്രാംസ് പ്രോൺസ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, കൂട്ടത്തിലേക്ക് 1 ടീസ്പൂൺ അടുത്ത് കോൺഫ്ലവറും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങ മുറിച്ചത് അതും കൂടെ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇനി അതിന് ശേഷം നന്നായിട്ട് ഈ സ്പൂണ് വെച്ച് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 1/2 hour അരമണിക്കൂർ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ചേർക്കാൻ പോവുകയാണ്. അതാ കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടത്തിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്, അത് ഏകദേശം 2 ടീസ്പൂണോളം ഉണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി നമ്മളിത് നന്നായിട്ട് പാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഇനി തീ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ അടച്ചു വെക്കണം. ഏകദേശം 5 മിനിറ്റ്സ് ചെറിയ തീയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ മറ്റേ വശവും കൂടെ നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ വീണ്ടും 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതാ നന്നായിട്ടിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ആ കറിവേപ്പില എല്ലാം കൂടി ഇട്ടത് കൊണ്ട് നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ മാത്രമല്ല പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുമ്പോൾ എപ്പോഴായാലും ഫ്രൈ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. എന്താ ഫ്രണ്ട്സ്, കണ്ടില്ലേ, നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള പ്രോൺസിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിവിടെ കേരളത്തിൽ പ്രോൺസൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്. എൻ്റെ കൂട്ടത്തിൽ നല്ലതുപോലെ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഈ ചതച്ച മുളകും കരിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെയും ബൈ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വന്ന സമയം മുതലേ ആൻറ്റി കിച്ചൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അപ്പം മുതലേ ഞാൻ നോക്കിക്കോളൂ. എനിക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് എൻ്റെ. അപ്പോൾ ഇതെന്തായാലും കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അടിപൊളി, കിടിലൻ ടേസ്റ്റ്, രക്ഷയില്ല. ഇത് മിക്കവാറും ഞാൻ ഇപ്പം തന്നെ മൊത്തം കഴിച്ചു തീർക്കും. നല്ല മസാല. ഓക്കെ, എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റെസിപ്പി ഫുള്ള് ഇതിലുണ്ടാവും. അപ്പോൾ എല്ലാവരും കഴിക്കണം.